Hi friends, welcome to my channel. ഇന്ന് നമ്മൾ ഒരു യൂട്യൂബ് തംബ്ലൈൻ എങ്ങനെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ പല യൂട്യൂബേഴ്സിൻ്റെയും അല്ലെങ്കിൽ ബിഗിനേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണ് തംബ്ലൈൻ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ടൈം സ്പെൻഡായി പോകുന്നത്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റിൽ തന്നെ എങ്ങനെ അടിപൊളി തംബ്ലൈൻ സെറ്റപ്പ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ മുമ്പ് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് തംബ്ലൈൻ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ തംബ്ലൈൻ തന്നെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ പിക്സൽ ലാബ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ പേജിൻ്റെ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മേലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് സൈസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ യൂട്യൂബ് തംബ്ലൈൻ എന്ന സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു തംബ്ലൈൻ്റെ ഒരു സൈസ് ഇപ്പോൾ കിട്ടി. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഓപ്ഷൻസിലൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറിയിൽ ഉള്ള ഓൾറെഡി നമ്മൾ നോൺ കോപ്പി റൈറ്റ് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. നമ്മൾ ക്രോപ്പ് ചെയ്യാൻ ചോദിക്കും. ആവശ്യം അനുസരിച്ച് നിങ്ങൾക്കത് ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് ഇവിടെ വന്നു. എൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ഈ ഒരു ഇമേജ് ഒന്ന് തിരിച്ചു വെക്കുകയാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സൈസ് കറക്റ്റാക്കി കൊടുക്കാവുന്നതാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ തിരിച്ചു വെച്ചത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് മനസ്സിലാവുന്നതാണ്. നമ്മൾ കറക്റ്റ് ആ പേജിൻ്റെ ഒരു സൈസിൽ എത്തിച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഷേപ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ട്രയാങ്കിൾ ടൂൾ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതങ്ങ് പൊക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇത് നമ്മൾ സേവ് ചെയ്യണം. സേവ് ടു ഗാലറി എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും പിക്സൽ ഓപ്പൺ ചെയ്തിട്ട് പുതിയൊരു സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ഇമേജ് ഫ്രം ഗാലറി എന്ന ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളത് ക്രോപ്പ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ ടിക്ക് മാർക്കിൽ അങ്ങ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലുള്ള ടൂൾസ് എടുക്കുക, ഷേപ്സ് എടുക്കുക, ട്രയാങ്കിൾ വീണ്ടും എടുക്കുക. നമ്മൾ ഇതിന് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏകദേശം ഈ കളറാണ് ആവശ്യമുള്ളത്. അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതങ്ങ് വലുതാക്കി കൊടുക്കുക.
ശേഷം ഇതങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഭംഗി കിട്ടും. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ ഈ ഒരു എഡിറ്റ് ചെയ്തത് ഗാലറിയിലോട്ട് സേവ് ചെയ്യുക. ഈ ഒരു തംബ്ലൈനിൽ എങ്ങനെയാണ് ടെക്സ്റ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം എടുക്കുക. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് റൈറ്റിലോട്ടൊന്ന് വലിക്കുക. അതിനുശേഷം ടോപ്പിലോട്ടൊന്ന് വലിക്കുക. അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മളൊന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പേജ് കറക്റ്റാക്കിയിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് ചെയ്യാം. ഡൺ കൊടുക്കുക. ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഡൺ കൊടുത്തതിന് ശേഷം തിരിക്കുക. ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഡൺ കൊടുത്തതിന് ശേഷം ഡൗൺലോഡ് എന്ന അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ തംബ്ലൈൻ റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോ വെച്ചിട്ട് നമ്മൾ ഈ തംബ്ലൈൻ ആ വീഡിയോയ്ക്ക് മുമ്പായിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ജോലി മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.